ഒരു മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാളി മുതലാളിയുടെ കീഴിൽ മുതലാളിയുടെ വേതനം പറ്റി ജീവിക്കുന്ന ഒരാൾ പരമാവധി അദ്ദേഹത്തെ അനുസരിച്ച് ജീവിക്കാനും മുതലാളിയുടെ തൃപ്തി കരസ്ഥമാക്കാനും പ്രയത്നിക്കുന്നു എന്നത് ഒരു സ്വാഭാവികമാണ്. ഒരുപാട് ജോലിക്കാർക്കിടയിൽ എന്നെ എന്റെ മുതലാളി കൂടുതലായി ഇഷ്ടപ്പെടണം, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരിടം എനിക്കുണ്ടാകണം, അത് എന്റെ ജോലിയുടെ പുരോഗതിക്കും എന്റെ സാമ്പത്തിക പുരോഗതിക്കും നല്ലതാണെന്ന് ചിന്തിക്കുന്ന ഏത് ബുദ്ധിയുള്ള മനുഷ്യനും മുതലാളിയുടെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി അധ്വാനിക്കുന്നു. ഈ ലൈറ്റ് ലേശം അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? വേണമെങ്കിൽ ലേശം ഒന്ന് സദസ് തിരിച്ചു വെച്ചു കൊടുത്താൽ അതിന്റെ പ്രയാസം ചിലപ്പോൾ മനസ്സിലാക്കാൻ നല്ലതാ. ഞാനായിട്ടെന്തോ മാറ്റം വരുത്തിയെന്ന് തോന്നണ്ട. ശുക്രാൻ. നിങ്ങൾക്ക് വിഷമാവോ? പ്രശ്നമില്ലല്ലോ. ഒരു മുതലാളിയുടെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന തൊഴിലാളി, നമ്മളാരും അവനെ കുറ്റം പറയില്ല. എന്നാൽ ലക്ഷോപലക്ഷം സൃഷ്ടികളെ സൃഷ്ടിച്ച ലോകസിദ്ധാവായ റബ്ബ് സുബ്ഹാനഹു വ തആല, ആ റബ്ബിന്റെ റിള കിട്ടാനും തൃപ്തി കിട്ടാനും പൊരുത്തം കിട്ടാനും അവന്റെ അടുക്കൽ ഒരു സ്ഥാനം ലഭിക്കാനും ചിന്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധിമാൻ എന്ന് പറയുന്നത്. കാരണം ഒരു മുതലാളിക്കും സ്വന്തത്തിൽ ഒന്നിലും മിൽക്കില്ല. സ്വന്തത്തിലായി അധികാരമുള്ള ഒരു വസ്തുവും ഒരു മുതലാളിയും ഒരു വസ്തുവും സ്വന്തമായി വെക്കുന്നില്ല. നമ്മുടെ കേരളത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടുപോയാൽ സ്വാഭാവികമായി ആ മനുഷ്യനെ ആ നാട്ടിലെ സാധാരണ ജനങ്ങളെ മറവ് ചെയ്യുന്ന മൈതാനിയിൽ കൊണ്ടുപോയി മറവ് ചെയ്യും. ഇതിലാർക്കും അഭിപ്രായ ഭിന്നതയില്ല. എന്നാൽ ഒരാൾ ചിന്തിക്കുന്നു, എന്റെ ശരീരം എല്ലാവരെയും മറവ് ചെയ്യുന്ന സ്ഥലത്ത് മറവ് ചെയ്യേണ്ടതില്ല. ഞാൻ എന്റെ നാട്ടിലെ ഒരു പ്രമാണിയാണ്, എനിക്ക് വലിയ സാമ്പത്തിക ശേഷിയുണ്ട്, എനിക്കൊരുപാട് സ്ഥലങ്ങളുണ്ട്, എന്നെ എന്റെ സ്വന്തം മിൽക്കിലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്യണം എന്നൊരു മനുഷ്യൻ ചിന്തിക്കുകയും അദ്ദേഹത്തെ സ്വന്തം മിൽക്കിലാണെന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്യുകയും ചെയ്താൽ ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും ഈ മറവ് ചെയ്യപ്പെട്ട മനുഷ്യന് യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല. എന്ന് പറഞ്ഞാൽ സ്വന്തം മിൽക്കിൽ മറവ് ചെയ്യപ്പെട്ട സ്വന്തം തന്നെ
പണം കൊടുത്ത് വാങ്ങിയ സ്ഥലത്താണ് കൊണ്ടുപോയി മറവ് ചെയ്തതെങ്കിലും ആ മനുഷ്യന്റെ ശരീരം മണ്ണ് തിന്നാതിരിക്കുന്നില്ല. കാരണം ഈ മണ്ണിനറിയാം ഇത് എന്റെ യഥാർത്ഥ മുതലാളിയല്ല. അങ്ങനെ ഒരുപാട് ഭൂമികൾ സ്വന്തമായി വെച്ചിരുന്ന ഒരുപാട് ഫറോവമാരിവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട്, ഒരുപാട് ഖാറൂനുമാര് കഴിഞ്ഞുപോയിട്ടുണ്ട്, ഒരുപാട് മുതലാളിമാര് കഴിഞ്ഞുപോയിട്ടുണ്ട്. അന്ന് ഫറോവയുടെ മിൽക്കിലുണ്ടായിരുന്ന, ഫറോവയുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമി ഇന്ന് ചിലപ്പോൾ പലരുടെയും കയ്യിലാണ്. അങ്ങനെ ഖാറൂനിന്റെ കയ്യിലുണ്ടായിരുന്ന ഭൂമി ഇന്ന് പലരുടെയും കയ്യിലാണ്. അങ്ങനെ മുമ്പ് കാലത്ത് ധിക്കാരികളും അല്ലാത്തവരുമായി സൂക്ഷിച്ചു വെച്ചിരുന്ന സ്ഥലം ഇന്ന് സ്വന്തമായി പറയാൻ ആരെ കയ്യിലും ഇല്ല. ഇതുതന്നെ ഏറ്റവും വലിയ അടയാളമാണ്. ഒരു ഭൂമിയിലും ഒരു മനുഷ്യനും മിൽക്കില്ല. യഥാർത്ഥത്തിൽ അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ. അവൻ നമ്മളെ ഭൗതിക ലോകത്തുള്ള മുതലാളിയെ പോലെയുള്ള മുതലാളിയല്ല. അവൻ ഭൗതിക ലോകത്ത് നമ്മൾ കാണുന്ന ഒരു നേതൃത്വത്തെ പോലെയല്ല. ആ റബ്ബിന്റെ പ്രത്യേകത എന്താണ്? അവനൊരു വീഴ്ച സംഭവിക്കൂല, അവന് പിഴവ് സംഭവിക്കൂല. നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പിഴവുകൾ അവന്റെ മുന്നിൽ മറച്ചു വെക്കാനുള്ള വഴികളില്ല. ഭൗതിക ലോകത്ത് നീ കാണുന്ന മുതലാളിമാർ ചിലപ്പോൾ നിനക്കവരെ കണ്ണ് കാണാതവരെ കണ്ണിലെത്താതവരെ കാതിലെത്താതവരറിയാതെ പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും. പക്ഷേ ലോക സിദ്ധാവായ റബ്ബ്, ആ റബ്ബ് അറിയാത്തതായി ഒന്നുമില്ല. അവൻ അറിയാതെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവൻ കാണാതൊരു സംഗതിയും മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്നില്ല. ആ റബ്ബിന്റെ മുന്നിലാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ മാന്യനായി ജീവിക്കേണ്ടത്. മുതലാളിമാരുടെ മുന്നിൽ മാന്യനായി ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ ഏറ്റവും കൂടുതലായി ചിന്തിക്കേണ്ടത് എല്ലാം അറിയുന്ന, എല്ലാം അറിയാൻ കഴിയുന്ന, തടസ്സങ്ങളില്ലാത്ത ലോകസിദ്ധാവായ റബ്ബ്, ആ റബ്ബിനെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ മനുഷ്യൻ ഇതിൽ നിന്ന് വ്യത്യസ്തനാണ്. ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, വയലിന് വരുന്ന മൊയ്ലിയാരി ഉദാഹരണം പറയാണ്. നേരം വൈകിട്ട് വന്നു. പ്രസംഗിക്കുന്ന ആള് കൂലിപ്രഭാഷകനല്ല, അയാള് കൂലി വാങ്ങിയിട്ട് പ്രസംഗിക്കാൻ വരുന്നതല്ല. മറിച്ച് അള്ളാഹുവിന്റെ റിള പ്രതീക്ഷിച്ച് പ്രസംഗത്തിന് വരുന്നൊരു മുതഅല്ലിം അല്ലെങ്കിൽ ഒരു ഉസ്താദ്. ആ ഉസ്താദ് വയലിന്റെ സദസ്സിലേക്ക് വരുമ്പോ 7 മണിക്കേറ്റ പരിപാടിയാണ്, അല്ലെങ്കിൽ 7:30 മണിക്ക് എത്താമെന്ന് പറഞ്ഞ പരിപാടിയാണ്. ഇവിടെ ഞാൻ വളരെ കറക്റ്റാണ്, ആർക്കും എന്നെ തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ വെറുതെ പറയല്ല, വളരെ കറക്റ്റ് 7:30 മണിക്ക് എത്തൂ എന്ന് പറഞ്ഞ് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മൾ ചെയ്യുന്നതൊക്കെ കബൂൽ ചെയ്യട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ പ്രസംഗിക്കാൻ വരുന്ന മുസ്ലിയാര് 7:30 മണിക്ക് എത്താമെന്ന് പറഞ്ഞു. അല്പം വൈകിപ്പോയാൽ, 8:30 മണിയായി പോയാൽ, 9 മണിയായി പോയാൽ, പ്രസംഗിക്കുന്ന മുസ്ലിയാരുടെ മനസ്സിൽ അതുവരെ കാത്തിരുന്നവരോട് വല്ലാത്തൊരു സ്നേഹമാണ്, അവരോട് വല്ലാത്തൊരു സഹതാപമാണ്. അവരെ മുന്നിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മുസ്ലിയാര് വിഷമം പറയാണ്. ഇതുപോലെ മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുന്നൊരു അതേ തൊഴിലാളി, ആ തൊഴിലാളിക്ക് കൃത്യമായ സമയത്ത് ജോലിക്ക് എത്തുന്നവനാണെങ്കിൽ തന്നെ ഒരു ദിവസം വൈകിപ്പോയാൽ, ഒരു ദിവസം നേരം വൈകിട്ട് കയറി ചെന്നാൽ, ആ മുതലാളിയുടെ മുന്നിലേക്ക് കയറി ചെല്ലുമ്പോ അവന്റെ മുഖത്ത് തലകുനിച്ചു പോയി. മുതലാളിയുടെ അടുക്കലേക്ക് കയറി ചെല്ലുമ്പോ 7 മണിക്ക് എത്തേണ്ട ആള്, തൊഴിലാളി 9 മണിക്ക് കയറി വന്നാൽ, 8 മണിക്ക് കയറി വന്നാൽ, മുതലാളിയുടെ മുന്നിൽ തലകുനിച്ചിട്ടാണ് അവൻ കയറി വരുന്നത്. അല്ലെങ്കിൽ അവിടെയുള്ള മാനേജറുടെ മുന്നിൽ തലകുനിച്ചിട്ടാണ് കയറി വരുന്നത്. കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുടെ മുന്നില് ഞാൻ എന്ത് പറയുമെന്ന ഭയത്തോടുകൂടെയാണ് അവൻ കടന്നു വരുന്നത്. എന്തേ കാരണം? അതുവരെ വേതനം തന്ന മുതലാളിയോടുള്ള കടപ്പാടിനെ കുറിച്ചുള്ള ബോധമാണ്. അതുവരെ ശമ്പളം തന്ന മുതലാളിയോടുള്ള കടപ്പാടിനെ കുറിച്ചുള്ള ബോധമാണ്.
عندما نتأخر عن الدوام ندخل برأس منكوس وكلام مهموس മുതലാളിയുടെ മുന്നിലേക്ക് കയറി ചെല്ലുമ്പോൾ ആളുകൾ തലകുനിച്ച് കയറി ചെല്ലുന്നു. സമയം വൈകിയാൽ ഹയാഅൻ മിനൽ മുദീർ, അത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ മുന്നിൽ ചെറിയൊരു ലജ്ജയാണ്, ഒരു വേദനയാണ്. എനിക്ക് കൃത്യമായി എത്തിച്ചേരാൻ കഴിഞ്ഞില്ലല്ലോ. സംഘാടകരുടെ മുന്നിൽ മുസ്ലിയാര് തലകുനിക്കുകയാണ്. അല്ലെങ്കിൽ സംഘാടകരുടെ മുന്നിൽ അയാൾ ഇതേ ഖേദം പറയാണ്. എന്തിന്റെ പേരിലാണ്? അവരോടുള്ള കടപ്പാടിനെ കുറിച്ചുള്ള ബോധത്തിന്റെ കാരണത്താലാണ്. എന്നാൽ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാര് ചോദിക്കുന്നു, മുതലാളിയുടെ മുന്നിൽ കടപ്പാടിനെ കുറിച്ച് ബോധമുള്ളവനാണ് നമ്മളെങ്കിൽ, മാനേജറുടെ മുന്നിൽ കടപ്പാടിനെ കുറിച്ച് ബോധമുള്ളവരാണ് നമ്മളെങ്കിൽ, അതുപോലെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ആളുകളുടെ മുന്നിൽ കടപ്പാടിനെ കുറിച്ച് ബോധമുള്ളവരാണ് നമ്മളെങ്കിൽ, അതേ വയലിന് വരുമ്പോൾ സംഘാടകരുടെ അധ്വാനത്തെ കുറിച്ചറിഞ്ഞ് അവരോടുള്ള ബാധ്യതയെ കുറിച്ചോർത്ത് തലകുനിക്കാൻ മടിയില്ലാത്തവനാകുന്നുവെങ്കിൽ, ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നേരം വെളുത്തപ്പോൾ രാത്രിയിൽ കിടന്നുറങ്ങിയ ഞാൻ രാവിലെ എന്റെ ഭാര്യയോ എന്റെ ഉമ്മയോ എന്റെ ബാപ്പയോ എന്റെ മക്കളോ ആരെങ്കിലും തട്ടി വിളിക്കുമ്പോ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കാൻ എനിക്ക് ആവശ്യമായ സർവ്വതും തന്ന ലോകസിദ്ധാമായ റബ്ബ്, ആ റബ്ബിനോടുള്ള കടപ്പാടിനെ കുറിച്ച് ബോധത്തോടുകൂടെ സുബഹിന്റെ സമയത്ത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഇതുവരെ ആ ബോധത്തോടെ ജീവിക്കാൻ കഴിഞ്ഞവൻ എന്റെ സദസ്സിൽ എത്രയാണ്? എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ എത്രയാണ്? മുതലാളിയോടുണ്ടായിരുന്ന കടപ്പാടിന്റെ ഒരു ചെറിയ ഭാഗം ശരിയായ സിദ്ധാവായ റബ്ബുൽ ആലമീനായ റബ്ബിനോടുള്ള കടപ്പാട് വീട്ടുന്ന വിഷയത്തിൽ അടിമകളിൽ പലരെയും കാണാനില്ല. പല അടിമകളെയും ആ വിഷയത്തിൽ മുൻപന്തിയിലെത്തിക്കാനില്ല. ആലോചിച്ചു നോക്കണം നമ്മുടെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ. മുതലാളിയുടെ മുന്നിൽ നമ്മൾ കടപ്പാടിനെ കുറിച്ച് ബോധമുള്ളവരാണ്. സംഘാടകരെ മുന്നിൽ നമ്മൾ കടപ്പാടിനെ കുറിച്ച് ബോധമുള്ളവരാണ്. പ്രസംഗിക്കാൻ വരുന്ന മുസ്ലിയാരെ മുന്നിൽ നമ്മൾ കടപ്പാടിനെ കുറിച്ച് ബോധമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ എന്നെ വിളിക്കുമ്പോൾ സഖാഫി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഒരുപാട് കാലം ശ്രമിച്ചിട്ട് കിട്ടിയതാണ്. എന്തൊരു സഹതാപമാണ്, എന്തൊരു കടപ്പാടാണ്. എന്നോട് ആർക്കും കടപ്പാട് വേണ്ടതില്ല. എന്റെ വാപ്പ എപ്പോഴും എന്നെ ഉപദേശിക്കാറുണ്ട്, വഅദിന് വിളിക്കുന്ന ആളുകൾ ഔദാര്യത്തിന് വിളിക്കുന്നതല്ല, പഠിച്ചത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അവരൊരുക്കി തരുന്ന വലിയൊരു വഴിയാണ്. അവരെങ്ങാനും വഅദിന്റെ സദസ്സ് ഒരുക്കിയിട്ട് നിന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ സ്വന്തം തന്നെ സ്റ്റേജ് കെട്ടിയിട്ട് മൈക്ക് കെട്ടിയിട്ട് നോട്ടീസ് ഒട്ടിച്ചിട്ട് ആളുകളെ വഅദിലേക്ക് കൊണ്ടുവന്നിട്ട് പ്രബോധനം നടത്താൻ ബാധ്യതയുള്ളവരാണ് പണ്ഡിതന്മാർ, ബാധ്യതയുള്ളവരാണ് എന്നെ പോലെയുള്ള പാവപ്പെട്ട മുതഅല്ലിമീങ്ങളെന്ന് എന്റെ പിതാവ് എപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കാറുണ്ട്. അല്ലാഹുവേ, അവിടത്തേക്ക് നീ ദീർഘായുസ്സിനെ നൽകണം റഹ്മാനെ, ആഫിയത്തിനെ നൽകണം റഹ്മാനെ. ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, വഅദിന് വരുന്ന മുസ്ലിയാരോടുള്ള ബാധ്യത വീട്ടാൻ നമ്മൾ റെഡിയാണ്. അതുപോലെ സംഘാടകരോടുള്ള ബാധ്യത വീട്ടാൻ മുസ്ലിയാർ റെഡിയാണ്. മുതലാളിയോടുള്ള കടപ്പാടും ബാധ്യതയും വീട്ടാൻ തൊഴിലാളി റെഡിയാണ്. തൊഴിലാളിയോടുള്ള കടപ്പാട് വീട്ടാനോ കടയിൽ ഏറ്റവും അധ്വാനിക്കുന്നവനെ നോക്കിയിട്ട് ശമ്പളം കൊടുക്കുന്നുണ്ട്, ശമ്പളത്തിൽ വ്യത്യാസം വരുത്തുന്നുണ്ട്, വേതനത്തിൽ വർധനവ് വരുത്തുന്നുണ്ട്. പരസ്പരം നല്ല നന്ദിയുള്ളവനാണ്, പരസ്പരം നല്ല ബോധമുള്ളവനാണ്. പക്ഷേ എല്ലാം തരുന്ന എല്ലാം തരേണ്ട തന്നുകൊണ്ടിരിക്കുന്ന ലോകസിദ്ധാവായ അല്ലാഹ്, ആ റബ്ബിനോടുള്ള കടപ്പാടിന്റെ വിഷയത്തിൽ പലരും പിറകിലാണ്, പലരും പിന്നിലാണ്. ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് 5:04 പള്ളിയിൽ നിന്ന് സുബഹിന്റെ സമയത്ത് സദീർ ജമാഅത്തിന് വേണ്ടി പള്ളിയിലെ ഉസ്താദിന് നമ്മൾ ശമ്പളം കൊടുത്തിട്ട് നിർത്തിയിട്ട് ആ പള്ളിയിലെ ഉസ്താദ് നമ്മൾ കൊടുത്ത വേതനം ഹലാലാകാൽ, അല്ലെങ്കിൽ ആ ഉസ്താദ് അതേ ജനങ്ങളോടുള്ള കടപ്പാട്
വീട്ടാൻ, റബ്ബിന്റെ മുന്നിലുള്ള ബാധ്യത തീർക്കാൻ. ഹയ്യ അലസ്സലാ, നിസ്കാരത്തിലേക്ക് വരണേ എന്ന് പറഞ്ഞപ്പോ, വിജയത്തിലേക്ക് വരണേ എന്ന് പറഞ്ഞപ്പോ പോരാ, ഉസ്താദ് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു, അസ്സലാത്തു ഖൈറും മിനൻ നൗം. മോനെ, നിനക്കുറക്കിനേക്കാൾ എത്രയോ ഖൈറാണ് നിന്റെ നിസ്കാരം. സുബ്ഹി നിസ്കാരം ചതിയെ മറ്റുള്ള നിസ്കാരം പോലെയല്ല, എല്ലാ നിലക്കും റബ്ബിന്റെ അടുക്കൽ വലിയ മഹത്വമുള്ള നിസ്കാരമാണ്. അത് നീ പള്ളിയിൽ ജമാഅത്തോടെ കഴിച്ചു കൂട്ടിയാൽ രാത്രിയിൽ മുഴുവനും നിസ്കരിച്ച പ്രതിഫലം വരെ കിട്ടാൻ ആ ഒരൊറ്റ ജമാഅത്ത് കാരണമാണ്. ആ സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തും ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ രാത്രി പകുതി വരെ സുന്നത്ത് നിസ്കരിച്ച പ്രതിഫലമാണ്. ആ നിലക്ക് മഹത്വമുണ്ടെന്ന് പറഞ്ഞ്, നിന്റെ ഉറക്കിനേക്കാളൊക്കെ എത്രയോ നിനക്ക് ഉത്തമമാണെന്ന് പറഞ്ഞ് പള്ളിയിലെ ഉസ്താദ് നമ്മളെ വിളിച്ചപ്പോൾ ആ റബ്ബിനോടുള്ള കടപ്പാടിനെ കുറിച്ച് ബോധമുള്ളവരായി രാവിലെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോയി നിസ്കരിച്ചവർ എന്റെ വഅദിന്റെ മജ്ലിസിൽ എത്ര, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ എത്ര. അതേ സ്ഥാനത്ത് രാത്രി ജോലി ചെയ്ത പ്രതിഫലം സുബഹിന്റെ 5 മണിക്ക് എഴുന്നേറ്റ് വന്ന് 5 മിനിറ്റ് കടയിൽ ചെലവഴിച്ചാൽ 5 മണിക്കൂറല്ല, 5 മിനിറ്റ് കടയിൽ രാവിലെ സുബഹിന്റെ സമയത്ത് 5 മണി സമയത്ത് വന്നിട്ട് കടയിൽ 5 മിനിറ്റ് ചെലവഴിച്ചാൽ രാത്രി മുഴുക്കെ ജോലിയെടുത്ത വേതനം തരാമെന്നൊരു മുതലാളി പറഞ്ഞാൽ ആ തൊഴിൽ ഇഷ്ടപ്പെടാത്തവരുണ്ടോ? അതന്വേഷിക്കാത്തവരുണ്ടോ? അതിനെക്കുറിച്ച് പഠിക്കാത്തവരുണ്ടോ? ആ ജോലിക്ക് നമ്മൾ കടിപിടിയാണ്. ആ ജോലി കിട്ടാൻ എന്ത് മാർഗമുണ്ടെന്ന് അന്വേഷിക്കുകയാണ്. ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ ഈ അടുത്തൊരു ദിവസം പരിപാടി കഴിഞ്ഞ്, അല്ലെങ്കിൽ പരിപാടിക്ക് മുമ്പ് ചെറിയ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് ചെന്നപ്പോ ആ വീട്ടുകാരൻ എന്നെ അദ്ദേഹത്തിന്റെ മകനെ പരിചയപ്പെടുത്തി. മകനെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു MBBS പഠിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അയാൾ പറഞ്ഞപ്പോൾ അദ്ദേഹം അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഞാൻ ചോദിച്ചു MBBS തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ആ ബാപ്പയുടെ മറുപടി, എനിക്ക് പഠിപ്പിക്കാൻ വലിയ ആഗ്രഹമാണ്. പലരോടും കടം വാങ്ങിയിട്ടാണ് ഞാൻ മകനെ പഠിപ്പിച്ചത്. ഭാര്യയുടെ പൊന്നു കൊണ്ടുപോയി വിറ്റിട്ടാണ് മകനെ പഠിപ്പിച്ചത്. അങ്ങനെ തുടങ്ങി വിഷമങ്ങളാ പറയാനുള്ളത്. എന്റെ കാരണം ആ കുട്ടി വളർന്നു വന്ന് MBBS കഴിഞ്ഞ് പിന്നെ MDO അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും ഉന്നത തലങ്ങളിലും എത്തിക്കഴിഞ്ഞാൽ ആ മകന് നല്ല വേതനം കിട്ടുമെന്ന പ്രതീക്ഷയാണ്. എന്തൊരു പ്രതീക്ഷയുള്ള മനുഷ്യനാണ്. ആ കുട്ടി എത്ര കാലം ജീവിക്കുമെന്നതിന് ഗ്യാരണ്ടിയില്ല. MBBS പൂർത്തിയാകുമോ എന്നറിയില്ല. നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ, MBBS കാരൻ അതേ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയെന്ന് നമ്മൾ വായിക്കാറില്ലേ? പല ഡോക്ടർമാരും അങ്ങനെ മരണപ്പെട്ടു എന്ന് നമ്മൾ വായിക്കാറില്ലേ? പഠനം പൂർത്തിയാകുമെന്നതിന് ഗ്യാരണ്ടിയില്ല. എന്നിട്ടും സ്വന്തം പണം വിറ്റിട്ടോ, സ്വന്തം പൊന്ന് വിറ്റിട്ടോ, സ്വത്ത് വിറ്റിട്ടോ മകന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിന് നമുക്ക് മടി തോന്നിയില്ല, നമുക്ക് വിഷമം തോന്നിയില്ല, നമുക്ക് തടസ്സങ്ങൾ ഉണ്ടായില്ല. എന്തേ കാരണം? ആ കുട്ടിയുടെ പഠനം കഴിഞ്ഞാൽ നല്ല വേതനം കിട്ടുമെന്ന പ്രതീക്ഷയാണ്. ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, സുബ്ഹിന്റെ സമയത്ത് എഴുന്നേറ്റ് ഉസ്താദിന്റെ ബാങ്കിന്റെ ധ്വനി കേട്ടിട്ട് ഉറക്കം തെളിഞ്ഞു. ആ സമയത്ത് മുസ്ലിയാർ പ്രസംഗിച്ച വാക്കോർമ്മ വന്നു. രാത്രി മുഴുക്കെ നിസ്കരിച്ച പ്രതിഫലമാണ്. ആ സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്തുള്ള സുന്നത്തോ രാത്രി നിസ്കരിച്ച വലിയ പ്രതിഫലം കിട്ടാൻ കാരണമാണ്. പക്ഷേ ആ സമയത്തൊന്ന് എഴുന്നേറ്റ് പള്ളിയിലൊന്ന് ജമാഅത്തിനെത്താൻ നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നിയില്ല. എന്തേ കാരണം? അല്ലാഹുവിനോടുള്ള കടപ്പാടിനെ കുറിച്ച് ബോധമില്ലാത്തവരായി പോയി നമ്മൾ. അല്ലാഹുവിനോടുള്ള കടപ്പാടിനെ കുറിച്ച് ചിന്തയില്ലാത്തവരായി പോയി നമ്മള്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ,
10 വർഷം പഠിക്കണം, അല്ലെങ്കിൽ 6 വർഷം പഠിക്കണം. 6 വർഷം പഠിച്ചിട്ട് വേണം MBBS ഇതൊക്കെ കഴിയാൻ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് വേണം വേതനം കിട്ടാൻ. വെറും പഠനം കഴിഞ്ഞാൽ പോരാ. ഡോക്ടർമാരോട് ചോദിച്ചു നോക്കൂ, 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് വേണം. എവിടെയെങ്കിലും ജോലി എടുത്തിട്ട് അല്ലെങ്കിൽ സേവനം ചെയ്തിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് വേണം. അങ്ങനെയല്ലേ ശമ്പളം കിട്ടുന്നത്. ആ വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള ശമ്പളം കിട്ടാൻ ഇപ്പൊ തന്നെ കടം വാങ്ങി കൊടുക്കുന്നതിന് നമുക്ക് മടി തോന്നിയില്ല, വിഷമം തോന്നിയില്ല. പള്ളിയിലെ ഉസ്താദ് ബാങ്ക് വിളിച്ചിട്ട് വർഷം കഴിയേണ്ടതില്ല, മാസം തികയേണ്ടതില്ല, ആഴ്ചകൾ തികയേണ്ടതില്ല, മണിക്കൂറുകൾ തികയേണ്ടതില്ല. 10-15 മിനിറ്റിനുള്ളിൽ പള്ളിയിലെ ഉസ്താദ് അടുത്തൊരു വിളിക്കാനുണ്ട്. ആ ലാഭം കിട്ടുന്ന കച്ചവടത്തിന്റെ സമയത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സമയമായി പോയി എന്ന് പള്ളിയിലെ ഉസ്താദ് വിളിച്ചു പറഞ്ഞപ്പോ, ഓ ചെറുപ്പക്കാരാ, വർഷങ്ങൾ കഴിഞ്ഞിട്ട് വേതനം കിട്ടിയിട്ട് കടം വീടാമെന്ന് കരുതിയിട്ട് കടം വാങ്ങിയ നിനക്ക് ഈ സെക്കൻഡിൽ തന്നെ കിട്ടാനുള്ള വലിയൊരു പ്രതിഫലം പ്രതീക്ഷിച്ചെഴുന്നേറ്റ് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ എന്റെ മനസ്സനുവദിച്ചു, നമ്മളെ മനസ്സനുവദിച്ചു. ഇന്ന് സുബഹി നിസ്കരിച്ചത് എത്ര മണിക്കാണെന്ന് ചോദിച്ചാൽ 5:45 6 മണിക്കാണ്. പതിയെ ഖളാആകുന്നതിന്റെ 5 മിനിറ്റ് മുമ്പ് അൽഹംദുലില്ലാഹ് കഴിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന് ബാധ്യത തീർക്കാൻ പറയുന്നവരായി നമ്മൾ പിറകിലായി പോയില്ലേ. ഒരു നേരത്തെ നിസ്കാരം ഖളായി പോയെന്ന് പറയുമ്പോ, ഒരു നേരത്തെ നിസ്കാരം നഷ്ടപ്പെട്ടു പോയെന്ന് പറയുമ്പോ മനസ്സിൽ വേദനയില്ലാത്തവരായി, വിഷമമില്ലാത്തവരായി നമ്മളെ മനസ്സതപ്പതിച്ചു പോയിട്ടുണ്ടോ? റബ്ബിനോടുള്ള ബാധ്യതയെ കുറിച്ച്, അള്ളാഹിനോടുള്ള കടപ്പാടിനെ കുറിച്ച് നമ്മളെ മനസ്സിലുള്ള ബോധം ഊരിപ്പോയിട്ടുണ്ട്. അതുതന്നെയാ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്. കടയിലേക്ക് കയറി ചെല്ലുമ്പോ അല്പസമയം തെറ്റിപ്പോയാൽ അവിടുത്തെ മാനേജറുടെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കുന്ന നീ, അതുപോലെ മുതലാളിയുടെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കുന്ന നീ, അള്ളാഹുവിന്റെ വീട്ടിലേക്ക് വരുമ്പോ അല്പം വൈകിപ്പോയതില് നിനക്ക് വിഷമം കാണാനില്ലോ, സങ്കടം കാണാനില്ലോ. ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച നീ പള്ളിയിലേക്ക് നിർബന്ധമായി കൂടിക്കോളണം. ഒരു നിലക്കും നിനക്ക് ആ ജുമുഅ നഷ്ടപ്പെടുത്താനുള്ള വകുപ്പില്ല എന്ന് പറഞ്ഞപ്പോ, ആഴ്ചയിൽ ഒരു ദിവസം നടക്കുന്ന ആ ജുമുഅക്ക് വേണ്ടിയെങ്കിലും പള്ളിയിൽ നേരത്തെ എത്തിച്ചേരാൻ എന്നെ കൊണ്ട് സാധിച്ചോ ഉപ്പമാരെ? നമ്മളെ കൊണ്ട് സാധിച്ചോ ഉപ്പാപ്പമാരെ? സാധിച്ചോ ചെറുപ്പക്കാരെ? ഇബാദത്തിന്റെ വിഷയത്തിലെത്തുമ്പോ നമ്മൾ പിറകിലാണ്, ആഖിറത്തിന്റെ വിഷയത്തിൽ നമ്മൾ പിറകിലാണ്, ഭൗതിക ലോകത്തിന്റെ വിഷയത്തിലും നമ്മൾ മുൻപന്തിയിലാണ്. അതാ മഹാനായ ഹക്കീമിന് യുനാനി തങ്ങൾ പറഞ്ഞത്, മഹാനായ ഹക്കീം റഹിമഹുല്ല തങ്ങൾ പറഞ്ഞത്, ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, എന്റെ കാലിൽ ചെരുപ്പില്ലാതെ ഞാനിങ്ങനെ നടക്കുമ്പോ, ചെരുപ്പില്ലാതെ ഞാനിങ്ങനെ ഭൂമിയിലൂടെ നടക്കുമ്പോ കാലിന് വേദന വരുന്ന സമയത്ത് എന്റെ കണ്ണില് വെള്ളം നിറഞ്ഞുപോയി. എന്തേ കാരണമെന്നല്ലേ? എനിക്കൊരു ചെരുപ്പ് വാങ്ങാനുള്ള പണം എന്റെ കയ്യിലില്ലാതെ പോയല്ലോ. കയ്യിൽ ചെരുപ്പില്ലാതെ നടക്കുന്ന സമയത്ത് പലപ്പോഴും ഞാനിങ്ങനെ കരഞ്ഞു പോയിട്ടുണ്ട്. എന്തേ കാരണം? ചെരുപ്പില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ആ ചെരുപ്പില്ലാത്തതിന്റെ കാരണത്താൽ ഞാൻ അനുഭവപ്പെടേണ്ട വിഷമങ്ങൾ ഇങ്ങനെ അനുഭവിക്കുമ്പോ എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. വലാകിന്നനീ തവഖഫ്തു, ഞാൻ ആ കരച്ചിലങ്ങ് നിർത്തിവെച്ചു. പിന്നെ ഞാൻ കരയാറില്ല. വലാകിന്നനീ തവഖഫ്തു അനിൽ ബുകാ, കരച്ചിലിന്റെ പതിയെ ഞാനങ്ങ് നിർത്താൻ ആലോചിച്ചത് എപ്പോഴാണ്? ഇൻദമാ റഅയ്തു റജുലൻ ബിലാ ഖദമൈൻ, ഞാനിങ്ങനെ ചെരുപ്പില്ലാതെ നടന്നിട്ട് വിഷമം അനുഭവിക്കുമ്പോ ആ വിഷമത്തെ കുറിച്ച് ഞാൻ
ഞാനിങ്ങനെ ചിന്തിച്ച് കണ്ണിൽ കണ്ണുനീര് നിറക്കുമ്പോ ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആ ഒരു മനുഷ്യൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അയാൾക്ക് 2 ചെരുപ്പല്ല ഇല്ലാതെ പോയത്, 2 കാലു തന്നെ ഇല്ലയോ. കാലില്ലാത്ത മനുഷ്യനെ കണ്ടപ്പോ എന്റെ ചെരുപ്പില്ലായ്മ ഞാനങ്ങ് മറന്നുപോയി. ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇത് തന്നെയല്ലേ എന്റെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്? ഇത് തന്നെയല്ലേ നമ്മളെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്? എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്, നമുക്ക് പറയാനുള്ളത് ഭൗതിക ലോകത്തെ വിഷമങ്ങളാണ്, ഭൗതിക ലോകത്തെ പ്രയാസങ്ങളാണ്, ഒരുപാട് വിഷമങ്ങളാണ്. ആഖിറത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള ബോധം നമുക്കില്ലാതെ പോയി. ആലോചിച്ചു നോക്കൂ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, വയലിന് പോയാൽ പ്രഭാഷണങ്ങൾക്ക് ചെന്നാൽ ആളുകൾ വന്നിട്ട് സങ്കടം പറയാണ്. എന്തിനാ സങ്കടം പറയുന്നത്? ഞാനൊരു ദുആ ഇജാബത്തുള്ള ആളായതുകൊണ്ടല്ല. അല്ലാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. വയലിന്റെ സദസ്സുകളിൽ നിങ്ങളെപ്പോലെയുള്ള നല്ല മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടും. ആ വയലിന്റെ സദസ്സിൽ ദുആ ചെയ്യുമ്പോ ഒരുപാട് ആളുകൾ ആമീൻ പറയും. ചിലപ്പോൾ അത്തരം സദസ്സുകളങ്ങ് മഖ്ബൂലാകുമെന്ന നിലയ്ക്ക് പലരും വന്ന് പല കാര്യങ്ങളും പറയാറുണ്ട്. ചോദിക്കട്ടെ, ആ കൂട്ടത്തിൽ നമ്മൾ കേൾക്കുന്നതാണ് മക്കളില്ല. എന്നാൽ നിങ്ങൾ ചില ഉപ്പമാരോട് ചോദിച്ചു നോക്കൂ, ആ ഉപ്പക്ക് എന്താ കംപ്ലൈന്റ്? ആ ഉപ്പാന്റെ കംപ്ലൈന്റ്, മകൻ ഭാര്യനെയും കൂട്ടി ദുബായിലേക്ക് പോയി. എങ്ങനെ? മകൻ ഭാര്യനെയും കൂട്ടി ദുബായിലേക്ക് പോയി. എന്തേ കാരണം? മകൻ ദുബായിലേക്ക് പോയിട്ട് 3 വർഷമായി. ലീവില്ലാത്തത് കൊണ്ട് നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല. ആ മകൻ അപ്പോ ബാപ്പനോട് ചോദിച്ചു, ഭാര്യനെ ഒന്നുമതി 1 മാസത്തേക്ക് ദുബായിലേക്ക് അയച്ചു തരണം, അല്ലെങ്കിൽ 1 വർഷത്തേക്ക് വിദേശത്തേക്ക് അയച്ചു തരണം. നല്ല ആരോഗ്യമുള്ള ബാപ്പ, നല്ല ആരോഗ്യമുള്ള ഉമ്മ, പ്രയാസപ്പെടുന്ന സമയമല്ല, വിഷമം അനുഭവിക്കുന്ന സമയമല്ല, നല്ല ആരോഗ്യമുള്ള ഉമ്മയും ബാപ്പയും ആ കുട്ടിയെ തടഞ്ഞു വെക്കുന്നു. എന്തേ കാരണം? അങ്ങനെ സുഖിക്കണ്ടെന്നുള്ള ചിന്തയാണ്. അരുതേ ഉപ്പമാരെ. അവളങ്ങ് പോയാൽ ഭർത്താവിന്റെ ഉമ്മക്ക് സുഖം കുറഞ്ഞു പോകും എന്ന പേടിയാണ്. ഭാര്യ വയന്നു പോകും, അധ്വാനിക്കേണ്ടി വരുമെന്ന പേടിയാണ്. അത്തരം ആളുകളൊന്നും മലപ്പുറം ജില്ലയിൽ ഇല്ല എന്നാ ഞാൻ കരുതുന്നത്. മുമ്പ് കാലങ്ങളിലൊക്കെ അങ്ങനെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് കേൾക്കാറുണ്ട്. ഇപ്പൊ അത്തരം ആളുകളൊന്നും ഇല്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഉമ്മമാരെ, അരുതേ. എവിടെ പോയാലും അത് അന്യപെണ്ണ് ഇറങ്ങിപ്പോയ കഥകളാണ്, അന്യപുരുഷന്റെ കൂടെ ചാടിപ്പോയ കഥകളാണ്, ഭർത്താവിനെ കഴുത്തറത്ത് കൊന്നു കളഞ്ഞു എന്നുള്ള കഥകളാണ്. ഭർത്താവുമായി പിണങ്ങിയിട്ട് ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യപ്പെടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പ്രശ്നങ്ങളാണ്. എന്തേ കാരണമെന്നറിയൂ? ഭാര്യക്ക് കിട്ടേണ്ടത് പലതും ഭർത്താവിൽ നിന്ന് കിട്ടാൻ ചില ഉപ്പമാരനുവദിച്ചില്ല, ചില ഉമ്മമാരനുവദിച്ചില്ല. ഇതിന്റെ പേരിൽ ബാപ്പയുമായി പിണങ്ങേണ്ടി വന്നു, ഇതിന്റെ പേരിൽ ചില ഉമ്മമാരുമായി പിണങ്ങേണ്ടി വന്നു. അരുതേ ഉപ്പമാരെ. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഇത് കേൾക്കുമ്പോൾ എന്റെ കൂട്ടുകാരായ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ഒരു ഉമ്മാനെയും ബാപ്പനെയും വിഷമിപ്പിച്ചിട്ട് ഒരു പ്രവർത്തനവും ചെയ്യാൻ പാടില്ല. ബാപ്പന്റെ പൊരുത്തമില്ലാതെ, ഉമ്മന്റെ പൊരുത്തമില്ലാതെ ഒരു പ്രവർത്തനവും ചെയ്യാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ അല്ലാ തുശ്രികൂ ബിഹി ശൈആ, ഒന്നിനോടും അല്ലാഹനെ കൂറ് ചേർക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഖുർആൻ. വബിൽ വാലിദൈനി ഇഹ്സാനാ, ആദ്യം പറഞ്ഞത് ശിർക്ക് ചെയ്യരുതെന്നാണ്. രണ്ടാമത് പറഞ്ഞതോ വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നല്ലത് ചെയ്തു കൊടുക്കണമെന്നാണ്. ഉമ്മ ബാപ്പമാരെ പൊരുത്തം അത് ജീവിതത്തിൽ വലിയ സമ്പാദ്യമാണ്. പലപ്പോഴും നിങ്ങൾ കേൾക്കുന്നവരായതുകൊണ്ട് ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഉപ്പമാരെ, മകനങ്ങനെ ആവശ്യപ്പെട്ടാൽ പറ്റുമെങ്കിൽ രോഗിയല്ലാത്ത ബാപ്പയും ഉമ്മയുമാണെങ്കിൽ, പ്രായം കൊണ്ട് ബുദ്ധിമുട്ടാത്ത പ്രയാസമില്ലാത്ത സമയമാണെങ്കിൽ മക്കൾക്ക് ഭാര്യനെ അയച്ചു കൊടുക്കാനുള്ളൊരു സന്മനസ് വേണേ.
മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരിലേക്ക് നോക്കാൻ നമുക്ക് സാധിക്കണം. എവിടെ പോയാലും സങ്കടങ്ങളാണ്, രോഗങ്ങളാണ്, വിഷമങ്ങളാണ്, പ്രയാസങ്ങളാണ്. അതേ എപ്പോഴും താഴോട്ടേക്ക് നോക്കണമെന്നാണ് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എപ്പോഴും താഴോട്ടേക്ക് നോക്കിയിട്ട് സമാധാനിക്കണം, മേൽപോട്ടേക്ക് നോക്കിയിട്ട് ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവനായി പോകരുത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷയുണ്ടാകരുത് എന്നല്ല. അള്ളാഹുവിന്റെ റഹ്മത്തിൽ എപ്പോഴും പ്രതീക്ഷ വേണം. റബ്ബ് എന്നെ ഒരിക്കലും കൈയഴിക്കില്ല എന്ന ഉറച്ച വിശ്വാസം വേണം. പക്ഷേ പ്രതീക്ഷിക്കുന്നതിനും പരിധികൾ വേണം. 10,000 ശമ്പളം വാങ്ങുന്ന മുതലാളി, ആ മുതലാളിയുടെ വീട് കണ്ടിട്ട് 1000 ഉറുപ്പിക ശമ്പളം വാങ്ങുന്നവൻ അവന്റെ വീട് പോലെ എനിക്ക് വീട് വേണമെന്ന് ചിന്തിക്കരുത്. അവന്റെ കാറ് പോലെ എനിക്ക് കാറ് വേണമെന്ന് ചിന്തിക്കരുത്. അവന്റെ സൗകര്യങ്ങളൊക്കെ എനിക്കും വേണമെന്ന് ചിന്തിക്കരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കിയിട്ട് ജീവിക്കണേ. നിങ്ങളെക്കാൾ വിഷമം അനുഭവിക്കുന്നവരിലേക്ക് നോക്കിയിട്ട് ജീവിക്കണം. അതോ ഇങ്ങനെ മനസ്സ് അങ്ങനെ താഴോട്ടേക്ക് നോക്കി ജീവിച്ചാൽ നിനക്ക് അഗനന്നാസായി ജീവിക്കാൻ കഴിയും കേട്ടോ. ജനങ്ങൾക്കിടയിൽ ഏറ്റവും ഐശ്വര്യവാനായി ജീവിക്കാൻ കഴിയും കേട്ടോ. അതിനെന്താ വേണ്ടത്? മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, നീ നിന്റെ ആഗ്രഹങ്ങളെ കുറക്കണം. നിന്റെ ആഗ്രഹങ്ങളെ കുറക്കണം. എന്താണ് ആഗ്രഹങ്ങളെ പ്രത്യേകത? മനുഷ്യന്റെ ആഗ്രഹം ഒരു കാലത്തും തീരൂല. അതുകൊണ്ടാണ് ആത്തിഫ എന്നാ പറഞ്ഞത്. തീരൂല. എങ്ങനെ ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാ. നിങ്ങൾ നോക്കൂ, നല്ല വീട്, 5ഉം 6ഉം റൂമുകളുള്ള നല്ല സൗകര്യമുള്ള വീട്. ആ വീട് നിലനിൽക്കെ മനുഷ്യൻ അല്പം കൂടി സാമ്പത്തിക പുരോഗതി ഉണ്ടാകുമ്പോ ഈ വീട് എനിക്ക് സൗകര്യം പോരാ, ഇതിനേക്കാൾ സൗകര്യമുള്ള വീട് വേണമെന്ന് ചിന്തിച്ച് മറ്റൊരു വീട് നിർമ്മിക്കുന്നു. നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നത് ഞാൻ പറഞ്ഞത്. ആദ്യം മനുഷ്യൻ ചിന്തിക്കുന്നത്, ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹിക്കുന്നത് ഒരു നല്ല ബൈക്ക് വേണമെന്നാണ്. ബൈക്ക് വാങ്ങിയാലോ ഒരു ചെറിയ മാരുതി വേണം. മാരുതി വാങ്ങിയാലോ മാരുതിയിൽ നിന്ന് മാറിയിട്ടൊന്ന് അൾട്ടോയിലേക്ക് കിടക്കണം. അതിൽ നിന്ന് പിന്നെ സ്വിഫ്റ്റിലേക്ക് കിടക്കണം. അങ്ങനെ എണ്ണിയാൽ പലർക്കും പല സ്വപ്നങ്ങള്, ഓരോന്നോരോന്നായി മേൽപോട്ടല്ലാതെ. ഇത് അൽഹംദുലില്ലാ അത്യാവശ്യം സൗകര്യവും അത്യാവശ്യമൊക്കെ ജീവിതത്തിനൊക്കെ ഉള്ള എന്റെ കാര്യത്തിനുള്ളതൊക്കെ എനിക്ക് അല്ലാഹു തന്നിട്ടുണ്ടെന്ന് ചിന്തിച്ച് അതിൽ ഐശ്വര്യം തേടുന്നവൻ അത് വളരെ കുറവാണ്. അത് മനുഷ്യന്റെ സ്വഭാവത്തിനെതിരാണ്. മനുഷ്യന്റെ പ്രകൃതി എന്ന് പറയുന്നത് ഒരാഗ്രഹം കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് മറ്റൊരാഗ്രഹമാണ്. അത് കഴിഞ്ഞാലോ അതിനോട് ചേർന്ന് മറ്റൊരാഗ്രഹമാണ്. അത് കഴിഞ്ഞാലോ അടുത്തൊരാഗ്രഹമാണ്. അതുകൊണ്ടാണ് 10 ഷോപ്പായാലും ആ മുതലാളിക്കും പറയാനുള്ളത് അടുത്ത ഷോപ്പ് എത്രയും പെട്ടെന്ന് തുറക്കാനുള്ള തൗഫീക്കിന് ദുആ ചെയ്യണമെന്നാണ്. എന്നാ ഒരൊറ്റ ഷോപ്പില്ലാതെ ജോലി ചെയ്യുന്ന തൊഴിലാളിക്കോ അവന്റെയും ആഗ്രഹം അത് തന്നെ, ഒരു ഷോപ്പ് കൂടെ തുറക്കണം, ഒരു ഷോപ്പ് എത്രയും പെട്ടെന്ന് തുറക്കണം. ഈ ഷോപ്പിന്റെ മുതലാളിയെ പോലെ എനിക്ക് കടകൾ തുറന്നൊരു മുതലാളിയായി ജീവിക്കണം. അങ്ങനെ ഒന്ന് തുറന്നാലോ അടുത്തത് വേണം, അത് തുറന്നാലോ ഇനി മൂന്നാമത്തത് എങ്ങനെയെന്നുള്ള ചിന്തയാണ്. 3 കഴിഞ്ഞാൽ 4. അങ്ങനെ മനുഷ്യന് എണ്ണം തീരാത്തതുപോലെ മനുഷ്യന്റെ ആഗ്രഹങ്ങളും തീരുന്നില്ല. എന്നാ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ഓ മോനെ, നിന്റെ ആഗ്രഹങ്ങളെ നീ നിയന്ത്രിക്കണം. ഏതുവരെ? നിന്റെ ഹൃദയം മുസ്തഖീമാകുന്നത് വരെ, കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നത് വരെ നീ നിന്റെ ഹൃദയത്തിലെ നീ ഒന്ന് സൂക്ഷിച്ച് ജീവിക്കണേ. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ തീർന്നിട്ട് മരിക്കുക, അങ്ങനെ ആഗ്രഹങ്ങൾ തീർന്നു മരിക്കൂല. മനുഷ്യന്റെ ആഗ്രഹം മുഴുവനും തീർന്നു മരിക്കുക, അങ്ങനെ ഒരിക്കലും ഉണ്ടാകൂല. കിടപ്പറയിൽ കിടന്ന് വർഷങ്ങൾ ഇങ്ങനെ എണ്ണി തീർക്കുന്ന മനുഷ്യനും ആഗ്രഹങ്ങളുടെ വലിയ മാലപ്പടക്കം പറയാനുണ്ട്. എങ്ങനെ 10-14 വർഷമായി കിടപ്പിലാണ്, കിടന്ന സ്ഥലത്ത് എഴുന്നേൽക്കൂല. നിങ്ങൾ അയാളോട് ആഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കൂ, അയാൾ പറയൂ, ആദ്യം പറയും എനിക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം.
എഴുന്നേറ്റ് കഴിഞ്ഞാലോ അൽഹംദുലില്ലാ എഴുന്നേറ്റ് പോയി എനിക്ക് സമാധാനായി ആരും പറയൂല. എഴുന്നേറ്റ് പോയാൽ കിടന്ന സ്ഥലത്താകുമ്പോ ഒരുപാട് ആളുകൾ സഹായിച്ചിരുന്നു. ഇനി ആ സഹായം ഒന്നും കിട്ടൂല. ഇനി എന്ത് വേണം? നല്ല ജോലി വേണം, നല്ല ജീവിതം വേണം. അങ്ങനെ എണ്ണിയാൽ തീരാത്ത ആഗ്രഹങ്ങളായിട്ട് മനുഷ്യന്റെ മരണം വരെ ആഗ്രഹങ്ങളാണ്. അവസാനം അതേ മരണത്തിന്റെ രോഗമാണെന്ന് അറിഞ്ഞു കിടക്കുന്ന മനുഷ്യനോട് പോലും നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, എന്താണ് ആഗ്രഹം പറയാനുള്ളത്? ആഗ്രഹങ്ങൾ തീരൂല. വർഷങ്ങളായി കിടപ്പിലായി പോയൊരുമ്മയെ കുറിച്ച് ആ ഉമ്മയുടെ ഒരു മകൻ എന്നോട് പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. എന്താ പറഞ്ഞത്? വർഷങ്ങളായി കിടപ്പിലാണ്, എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ഉമ്മയാണ്. ആ ഉമ്മ എന്നോട് നല്ല സ്വർണത്തിന്റെ വളക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു വള കൊടുത്തേക്കാനുള്ള തൗഫീക്കിന് ദുആ ചെയ്യണം. ഒരു മകൻ അതേ ഉമ്മയുടെ ആഗ്രഹം കണ്ടിട്ട് പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. അതേ കിടന്ന സ്ഥലത്ത് ഒരുപാട് കാലമായി, പക്ഷേ ആഗ്രഹങ്ങൾ തീർന്നിട്ടില്ല. ആഗ്രഹങ്ങൾ തീർന്നിട്ട് മരിക്കാമെന്ന് കരുതിയാലോ അങ്ങനെ ആഗ്രഹം തീരാൻ മലക്കുകൾ കാത്തിരിക്കൂല. ആഗ്രഹങ്ങൾ എപ്പോഴും ബാക്കിയാണ്. മനുഷ്യന്റെ ജീവിതമോ സമയമാകുമ്പോ തീരാനുള്ളതാണ്. ഈ ഒരു ബോധത്തോടുകൂടി ജീവിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാന്റെ പ്രീതി പ്രതീക്ഷിച്ച് പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിതം നന്നാക്കി ജീവിച്ചവനാരോ അവനാണ് ബുദ്ധിമാൻ. അതാണ് പരിശുദ്ധ ഖുർആൻ എന്നെ ഓർമ്മിപ്പിച്ചത്. വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു ثم يستغفر الله يجد الله غفورا رحيما. ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മനുഷ്യന്റെ പ്രകൃതി എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ നിറഞ്ഞതാണ്, ഭൗതിക ലോകത്തെ ചിന്തകൾ നിറഞ്ഞതാണ്. ആ നിലക്ക് ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചു പോയോ, പാപങ്ങൾ സംഭവിച്ചു പോയോ, അവന്റെ നഫ്സിനോട് തന്നെ അവൻ അക്രമം ചെയ്തു പോയോ. എന്താണ് അവന്റെ നഫ്സിനോട് അവൻ ചെയ്യുന്ന അക്രമം? അവന്റെ നഫ്സിനോട് അവൻ ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം എന്താണ്? സുബഹിന്റെ സമയത്ത് കിടന്നുറങ്ങലാണ്, നിസ്കാരം ഖളാഅക്കലാണ്, ഇബാദത്തുകളിൽ മടി കാണിക്കലാണ്, ഹറാമുകൾ ജീവിതത്തിൽ പകർത്തലാണ്. അങ്ങനെ അവന്റെ ശരീരത്തിനോട് അക്രമം ചെയ്തു പോയാൽ നല്ല ബോധത്തോടെ ഇനി ജീവിതത്തിൽ ഞാനൊരു തെറ്റ് ചെയ്യില്ലെന്ന തീരുമാനത്തോടെ റബ്ബിനോട് പൊറുക്കലിനെ ചോദിച്ചൊരു മനുഷ്യന് മനസ്സങ്ങ് തിരിച്ച് റബ്ബിലേക്ക് മടങ്ങിയാൽ അവനിക്ക് അവന്റെ റബ്ബിനെ എത്തിക്കാൻ കഴിയും. അവൻ നല്ല പാപമോചനം തരുന്നവനായും അതുപോലെ നല്ല കാരുണ്യമായ ഉള്ളവനായും ആ അല്ലാഹുവിന് അടിമക്കെത്തിക്കാൻ കഴിയും കേട്ടോ.